കായംകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി M. ലിജു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്വീകരണ പര്യടനം നടത്തി. കണിയാമുക്കിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണ പര്യടനം നടത്തി. കണിയാമുക്കിൽ നിന്നും ആരംഭിച്ച സ്വീകരണം കൊച്ചുമുറി, ഇലഞ്ഞിയിൽ ജംഗ്ഷൻ, ഞക്കനാൽ ഇലക്ഷൻ വീട്, കൃഷിഭവൻ ജംഗ്ഷൻ, കളത്തിൽ ജംഗ്ഷൻ, പുരക്കൽ ജംഗ്ഷൻ, കാട്ടി ജംഗ്ഷൻ വഴി തണ്ടാണിമൂട്ടിൽ സമാപിച്ചു. പഠന റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കണം. അടുത്ത 50 വർഷം കഴിയുമ്പോഴുള്ള കായംകുളം എങ്ങനെയായിരിക്കണം, അത് നമ്മുടെ ലോക്കൽ ബോഡികൾ ചർച്ച ചെയ്യണം. കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കണം, ഒഴിവാക്കാനുള്ളത് ഒഴിവാക്കണം. കായംകുളത്തെ 2 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ, യുവാക്കളുടെ അഭിപ്രായം വേണം. എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എവിടെയൊക്കെ വൈഫൈ സ്പോട്ടുകൾ വേണം, എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എന്തൊക്കെ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്തണം, എത്ര സിവിൽ സർവീസ് അക്കാദമികൾ ഇവിടെ വേണം, ഡിജിറ്റൽ ലൈബ്രറികൾ നമുക്ക് വേണം. തീർച്ചയായും സമഗ്രമായ ഒരു ചർച്ച, ജിംനേഷ്യങ്ങൾ, ഓപ്പൺ ജിംനേഷ്യങ്ങൾ ഇവിടെ വേണം. അത്തരം സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ കായംകുളത്തിന് വേണ്ടി തയ്യാറാക്കി ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇപ്പോ ഷെരീഫിക്ക എനിക്കൊരു കുറിപ്പ് തന്നു. LDF അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്ന് LDF വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ഈ കേരളത്തിൽ ആരാണ് ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയെന്ന് അറിയാമോ? കേരളത്തിൽ ആദ്യമായി അധികാരത്തിലെത്തിയ 1959 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർക്കാരിൽ ബഹുമാനിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ തുടങ്ങി വെച്ചത്. ആ R. ശങ്കറിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പെൻഷൻ നിർത്തലാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ പണ്ട്, ഇന്നതൊക്കെ ജനത്തിനറിയാം യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്. അതുകൊണ്ട് നുണപ്രചരണം അവസാനിപ്പിക്കുന്നത്, അതുകൊണ്ട് ക്ഷണിപ്പിക്കാൻ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് അതൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞ് ആരെയും കബളിപ്പിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, വികസനത്തിനൊപ്പം ഒരു MLA ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട സാമീപ്യം. സ്വീകരണ കേന്ദ്രങ്ങളിൽ UDF നേതാക്കൾ പ്രസംഗിച്ചു. സ്വീകരണം ഏറ്റുവാങ്ങി ലിജു മറുപടി പ്രസംഗവും നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളും UDF മുന്നോട്ട് വെക്കുന്ന വികസന ആശയങ്ങളുമാണ് M. ലിജു അവതരിപ്പിച്ചത്. UDF നേതാക്കൾ സ്വീകരണ പര്യടനത്തിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.